ഹേ ഗൈസ്, ഇന്ന് ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. അതാണ്ട പശ നക്കിയ പോലെ എൻ്റെ തലമുടി ഉണങ്ങുന്നേ ഇല്ലായിരുന്നു ഡ്രയർ വെച്ചിട്ടും. പിന്നെ ഇനി അവിടെ കെട്ടിക്കളിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നട അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ വേഗം പോരുക ചെയ്തിട്ടോ. ഇന്ന് മൊത്തത്തിലൊരു മൂടി കെട്ടി ക്ലൈമറ്റ് ആയിരുന്നു. ഇതേ മയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും മയിലുകളാണ്. നമ്മൾ ആദ്യം തന്നെ കൊട്ട്ലിക്കൽ അമ്പലത്തിലാണ് കേട്ടോ പോയത്. നമ്മുടെ അവിടുത്തെ തന്നെ തൊട്ടടുത്ത അമ്പലമായിരുന്നു. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് അമ്പലക്കുളമാണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു കുളമുണ്ട്. പക്ഷെ ഞാൻ ആ കുളത്തിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു. അതാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ എത്ര പെട്ടെന്ന് അറിയോ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നത്. ഇതാണോ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ആ കയറുന്ന വഴിക്ക് തന്നെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കുളം കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങൾ നേരെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആളില്ല, കുളത്തിൽ ആളില്ല എന്ന് കണ്ടപ്പോൾ കുളത്തിൻ്റെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാനത് കറക്റ്റ് വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ ഓണാക്കാൻ മറന്നു. എന്ത് ചെയ്യാനാ. എന്തോ ഭാഗ്യത്തിന് കൊട്ട്ലിക്കൽ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കയറി തൊഴുത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൊയങ്കാവ് പോവാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കൊയങ്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ വരുമ്പോൾ നമ്മൾ അപ്പുറത്തും കൂടെ പോയി തൊഴണം എന്നാണ് പറയുക. അതായത് നമ്മൾ ഈ രണ്ട് അമ്പലത്തിലും പോയി തൊഴുതാൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. എന്ത് രസം നമ്മുടെ നാട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ പോകാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാൻ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് പാലക്കാടാണ് അതായത് ഞങ്ങളുടെ സ്ഥലം പാലക്കാട് ജില്ലയിലാണെന്നെങ്കിൽ എനിക്കൊരു ഫീല് തോന്നാറ്. ഈ ഒരു നെൽപ്പാടും ഈ ഒരു സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽ തന്നെ വരുന്നത് കേട്ടോ. രാവിലെ നേരത്തെ നീക്കാൻ നല്ല മടിയും വെറുപ്പും ദേഷ്യമൊക്കെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു മടിയും വെറുപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ അമ്പലത്തിൽ പോയി തൊഴുത് വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടാൽ അതൊക്കെ അങ്ങ് ഇല്ലാണ്ടായോ നിമിഷ നേരം കൊണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് നമ്മൾ അമ്പലങ്ങളിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണലി എന്നെ അറിയുന്ന 2-3 പേരൊക്കെ ചോദിച്ചു, ഇപ്പം എന്താ ഭയങ്കരമായിട്ട് അമ്പലങ്ങളിൽ പോവുകയുണ്ടല്ലോ എന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാനും അനിയത്തിയും ഒരുമിച്ച് ഇപ്പോൾ വീട്ടിൽ വരുന്നത് ഇപ്പോൾ അപൂർവമായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ വരുമ്പോൾ അവളുണ്ടാവില്ല, അവളുണ്ടാവുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ള ദിവസമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസൊക്കെ മാറിയപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്പലങ്ങളിൽ പോയി തൊഴാന്ന്. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയപ്പോൾ അമ്മ കയ്യോടെ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ അമ്പലങ്ങളിലേക്കൊക്കെ. അങ്ങനെ നമ്മൾ കൊയങ്കാവിലെത്തി കേട്ടോ. നോക്കി ഈ ഒരു വ്യൂ നോക്ക്, ഒരു വാവ് വ്യൂ ആണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഏതോ ഒരു മൂവിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ആൽമരം കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് കാര്യമായിട്ട് വഴിപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അപ്പം അത് ചീട്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ നിൽക്കുന്ന സമയം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എടുക്കാതിരിക്കാൻ തോന്നില്ല. അത്രയ്ക്കും ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ കുറേ ആയിട്ടോ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഗ്രാഫ് ഒന്ന് പൊന്തി വരുന്നത്. പക്ഷേ അതിപ്പോൾ നേരെ താഴോട്ട് കുത്തനെ പതിച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാതെ ഇട്ട്. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു ട്രാക്കിലേക്ക് കയറണം. അയ്യോ പോട്ടെ. ഇത് ഭംഗിയല്ലേ കാണാൻ. പായസം കണ്ടപ്പോൾ ഞാൻ അവിടെ കണ്ണു വെച്ചിരുന്നു. ഇത് എന്ത് ഭംഗിയാണ് നമ്മുടെ നാട്. നമ്മൾ തൊഴുത് വരുന്ന സമയത്ത് പായസം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ അവരുടെ മുഖത്തെ പ്രസരിപ്പാണ് നിങ്ങളെ കണ്ടത്. എനിക്കുണ്ടല്ലോ നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല കിണ്ണം കാച്ചി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു സ്ഥലത്ത് വെച്ച് എടുത്തേനെ. ഫോട്ടോ അല്ല വീഡിയോ. ഈ ഒരു പൂവുണ്ടല്ലോ നിറയുണ്ട് കേട്ടോ പാടത്ത്. അപ്പോൾ അമ്മ അതിനോട് പറഞ്ഞു ഇതിൻ്റെ വീഡിയോ എടുക്കടി, നല്ല അടിപൊളി വീഡിയോ എടുക്കുക എന്നൊക്കെ. പക്ഷേ എൻ്റെ വീഡിയോ എടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്.
ഗൈസ് നോക്ക് തത്ത. ഇത് കാണാണ്ടോന്ന് അറിയില്ല കേട്ടോ, പക്ഷെ നോക്കിയേ തത്തകള്, എന്തോരം തത്തകളാ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നു. അവര് പറഞ്ഞ അവർക്ക് അതെ. അനുഭവിക്കട്ടെ അയ്യോ ഉള്ളതല്ല. ഫുൾ തത്തകളാണ് കേട്ടോ. തത്തമയം നമ്മുടെ തത്ത എവിടേക്കാ പറഞ്ഞു പോയാണ്. ഇത് കണ്ടോ നോക്കി, അത് ഇത്തിരി മനുഷ്യപ്പറ്റുള്ള പോലെ ആ മുഖത്തേക്ക് നോക്കി. പിന്നെ ബാക്കി ഒന്നിനും അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണേ. പാവങ്ങള് അവര് പറന്ന് നടക്കട്ടെ. നോക്ക് നിറയെ തത്തകളട്ടോ. ആ മരം ഇതാണ്ടോ, ആ മരത്തിൻ്റെ മേലെയാണ് ഞാൻ ചെറുതാണ്ടോ, അതിൻ്റെ മേലെയാണ് തത്തകൾ കിട്ടും നിറയെ. ദൂരാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കസിൻ്റെ വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും കയറിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ചെറിയൊരു അങ്കത്തളപ്പിൽ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ കയറി. അവിടെ പിന്നെ നേരത്തെ പൂജയ്ക്ക് കഴിഞ്ഞ് അടച്ചിടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് തൊഴുത് എല്ലായിടത്തും നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിയതല്ല അമ്പലത്തേക്ക്. അപ്പോൾ എല്ലായിടത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലം ഉണ്ടോ, വാമനാമൂർത്തിൻ്റെ അമ്പലം. അവിടെ ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, അവിടെ നമ്മുടെ വീട്, അതായത് എൻ്റെ വീടുള്ളത്. ഈ ഒരു അമ്പലം നിങ്ങൾ എൻ്റെ കുറേ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര അടിപൊളി കിടിലൻ പ്ലേസ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ആതിരയുടെ കല്യാണത്തിന് ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെയും കൂടെ തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ.